26-ലൊരു വ്ളോഗ് ചെയ്തില്ലെന്ന് വേണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫുള്ള് നമുക്ക് കണ്ടേച്ച് വരാം. നമുക്കാദ്യം പോയി പല്ല് വെച്ചിട്ട് വരാം. നമ്മളാദ്യം പല്ല് കേൾക്കാനായിട്ട് പോകത്തില്ല. നമ്മളാദ്യം കണ്ടിട്ട് ഈ ഒരു സാധനമായിട്ട് ഇറങ്ങും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീനിൻ്റെ വീഡിയോസൊക്കെ നമുക്കറിയാം, കണ്ടവർക്കൊക്കെ അറിയാം. നമ്മൾ കുറച്ച് മീനുകളെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പം ആ മീനുകൾക്ക് ഫുഡ് കൊടുക്കണം. ഫുഡ് കൊടുത്തിട്ടാണ് നമ്മൾ പല്ല് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മീനെ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു തരാം. കൊടുത്തിട്ടുണ്ട് കണ്ടോ. എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം ഈ സമയമാകുമ്പോൾ എല്ലാവർക്കും ഫുഡ് കിട്ടുമെന്ന്. അതുകൊണ്ട് എല്ലാവരും സ്പോട്ടിലുണ്ട്. എന്തായാലും ഉമ്മാർക്ക് ഫുഡും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ പല്ലേക്കാനായിട്ട് പോകാം. എന്തായാലും നമ്മുടെ മീനുകളെല്ലാം തന്നെ ഫുഡ് അടിപൊളി ആക്റ്റീവായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഇനി എന്തായാലും നമുക്ക് നേരെ പോയി നമുക്ക് പല്ല് വെച്ചിട്ട് ബാക്കി പരിപാടിയൊക്കെ ഉണ്ട്. എന്തായാലും ഞാനൊരു വ്ളോഗ് ചെയ്യുന്നത്, വ്ളോഗല്ല കേട്ടോ, ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു വർഷം. കഴിഞ്ഞ വർഷം ഞാനിങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇന്നാണ്, ഈ ഒരു വർഷമാണ് എനിക്കത് സാധിച്ച് കിട്ടിയത്. അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മുടെ ചായ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ ആ ഒരു ചായയും കൂടെ കഴിഞ്ഞാണ് നമ്മുടെ ഓരോ പരിപാടിയായിട്ട് തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ ആ രാവിലത്തെ ചൂട് ചായ നമ്മളങ്ങ് കുടിക്കുകയാണ്. ചൂടുണ്ട്, ശരിക്കും ചൂടുണ്ട്. എന്തായാലും ചായ കുടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്ന് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അത് വഴിയെ കാണിക്കാം എന്തുവാണെന്ന്. എന്തായാലും 2026-ലൊരു ഡേ ഇൻ മൈ ലൈഫ് ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്, ഒന്നാമത്തെ കാര്യം. അപ്പോൾ എങ്ങനെയാണ് ആ പോകേണ്ട രീതി എന്നൊക്കെ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. എന്തായാലും ചായ നമ്മളെല്ലാം തുടങ്ങുവാണ്. ഇന്നത്തെ ഫുൾ പരിപാടികളും. ചൂടുണ്ടല്ലേ. പിന്നെ ചായ കുടിക്കുന്ന കൂട്ടത്തിൽ ഡെയിലി നമ്മൾ നടക്കാറുള്ള കാര്യമാണ് നമ്മുടെ പത്രം വായിക്കും. അപ്പം ന്യൂസൊന്നും കാണത്തില്ല, പത്രമൊക്കെ വായിക്കും. തള്ളല്ല കേട്ടോ, സത്യം. ഇന്നും വായിക്കും. വായിച്ചിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്താറുള്ളൂ. അപ്പം പത്രം വായിക്കും. പിന്നെ രാവിലത്തെ പരിപാടി എന്തുവാണോ അതൊക്കെ ചെയ്യും. എന്തായാലും ഇപ്പോൾ പുതിയ വർഷം തുടങ്ങിയിട്ട് 3-ാമത്തെ ദിവസമാണ്. എന്തായാലും കുറേയധികം പേര് കുറേയധികം തീരുമാനങ്ങളും പ്ലാനുകളും ഒക്കെ ഗോളുകളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ വർഷം നടപ്പിലാക്കും അല്ലെങ്കിൽ സാധിച്ചെടുക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റോടുകൂടി തുടങ്ങുന്നൊരു വർഷമായിരിക്കും. കുറേയധികം ആൾക്കാർ അതിൽ ഈ വർഷം ആഘോഷിക്കാൻ പറ്റാത്ത ആൾക്കാർ കാണും, അല്ലെ ഈ വർഷത്തോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത ആൾക്കാർ കാണും, ചിലവർ ഇതേപോലെ ചെയ്യാനുള്ള ഒരാൾക്കാർ കാണും. എന്തായാലും എല്ലാവർക്കും ഒരു പുതുവർഷം, അത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് എന്തോ നമ്മൾ സെറ്റ് ചെയ്തിരുന്നത് ഓരോ വർഷവും ഇങ്ങനെ കടന്നു പോകും. അന്നേരം നമ്മളിങ്ങനെ ആയിരിക്കും, നമുക്കിത് എന്ത് ചെയ്യണം അല്ലെങ്കിൽ നാളെ ചെയ്യണം. നമ്മളങ്ങനെ നാളെ നീളെ എന്ന് പറഞ്ഞ് കൊണ്ടുപോകല്ലാതെ നമ്മളത് പ്രോപ്പറായിട്ടത് ചെയ്യാൻ തുടങ്ങുന്നില്ല. അപ്പം നമ്മളത് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം എന്തെങ്കിലുമൊക്കെ ഗോളും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഇറങ്ങി തിരിച്ചോ ചെയ്തോ, എല്ലാം റെഡിയായിട്ട് വരും. എന്തായാലും ഇതിപ്പോൾ 3-ാമത്തെ ദിവസം. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, സാധാരണ ഒരു ദിവസം പോലെ നമുക്ക് തോന്നിക്കും. പുതിയൊരു വർഷമാണ്. ആ 25-ൻ്റെ അവിടെ 5 പോയി 6 വന്നു, അത്രയേ ഉള്ളൂ. പിന്നെല്ലാം നമ്മൾ തീരുമാനിക്കുന്നതാണ് കാര്യങ്ങൾ, നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ്. അപ്പം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിച്ച് കാര്യങ്ങളങ്ങ് സാധിച്ചേക്കുക. പറഞ്ഞ് സമയം പോയതറിയില്ല. പത്രം മതി. ഒരു ടാറ്റ പറ. അത്രയേ ഉള്ളൂ. അങ്ങനെ വെറുതെ ഒരു ടാറ്റ തന്നിട്ടല്ലായിരുന്നു അമ്മ പോയത്. അമ്മ തേണ്ടി ഈ ഒരു പാത്രം എൻ്റെ അടുക്കെ വെച്ചിട്ടാണ് പോയത്, പാല് വാങ്ങിക്കാനുള്ള പാത്രം. ചില സന്ദർഭങ്ങളിൽ ചില ദിവസങ്ങളിൽ എനിക്ക് കിട്ടുന്ന ഒരു ദൗത്യമാണ് ഈ ഒരു പാല് വാങ്ങിക്കൽ. അങ്ങനെ പാല് വാങ്ങിക്കാൻ കുറച്ച് ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദാണ്ടറ പാപ്പു എന്ന് പറഞ്ഞൊരു അടി അങ്ങോട്ട് കേൾക്കുന്നത്. അത് വേറെ ആരും തരുന്ന സൂചനയല്ല, നമ്മുടെ നാട്ടിലൊക്കെ പാലുകാർ തരുന്ന ഒരു സൂചനയാണ്. എന്തായാലും പാത്രമായിട്ട് ഇനി പെട്ടെന്ന് ചെന്ന് പാല് വാങ്ങിക്കണം. അങ്ങനെ കയ്യിലിരുന്ന പേപ്പറും അടക്കി ഞാൻ നേരെ പാല് വാങ്ങിക്കാനായിട്ട് പാലുകാരൻ്റെ അടുത്തേക്ക് പോയി. ഞാൻ കറക്റ്റ് ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു പാലുകാരൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നേരെ പോയി അങ്ങനെ പാല് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് രാവിലെ അമ്മ തന്ന ഒരു ദൗത്യം നമ്മളങ്ങ് കംപ്ലീറ്റ് ചെയ്ത്. പിന്നെ ഈ ഒരു വ്ളോഗല്ല കേട്ടോ, ഡേ ഇൻ മൈ ലൈഫ്. ഇനിയിപ്പോൾ വ്ളോഗും ഡേ ഇൻ മൈ ലൈഫും എല്ലാം കൂടെ ആയിക്കോട്ടെ. ഈ ഒരു സംഭവം എന്തായാലും ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിലെന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക. എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാകുന്ന ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നുള്ളൊരു വീഡിയോയിലേക്ക് നമുക്ക് പരിഹരിക്കാനാവുന്ന ഒരു പാഠമായിട്ട് നമുക്ക് മാറിക്കോളും. പാലുകാരൻ പോയി കഴിഞ്ഞാൽ ഗേറ്റ് അങ്ങ് അടയ്ക്കുവാണ്. ഒരു ക്രൂര മൃഗത്തിനെ നമ്മൾ ഇറക്കി വിടാൻ പോവുകയാണ് ഗൈസ്. ഇനിയും വേറെ ആരും വരാതെ നമ്മൾ നോക്കണം. കാരണം ഒരു പ്രത്യേകതരം ജീവിയെ നമ്മൾ ഇറക്കിവിടാൻ പോവുകയാണ്. ഇന്നലെ ഘോര സംഘട്ടനം നടത്തിയ ആള് എവിടെ പോയി?
മിസ്റ്റർ കുഞ്ഞാച്ചി, ഇവളെ നമ്മൾ ഇടയ്ക്ക് വിടാൻ പോവാണ്. തേണ്ടിരിക്കുന്നു അച്ചോടി. ഇന്നലെ രാത്രിയിൽ വീടിന് മുറ്റം മൊത്തം കുളം തോണ്ടികള്. വെളി പോണോ നിനക്ക്? എന്താ പോണോ? ഓ, എന്തോ വ്യായാമമാണോ? വിട്ടേക്കാം. എന്താ 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 പുതുവർഷമായിട്ട് നീ വല്ല തീരുമാനം എടുത്തിട്ടുണ്ടോ? എടി ഇവിടെ നോക്കി. എന്തത് എന്താ നീ എന്തൊക്കെ കള്ളത്തരം കള്ളു കാണിച്ചിട്ടുണ്ടോ? എന്തോ നീ കുഞ്ഞിയൊക്കെ തിരിക്കുന്നത്? എന്ത് പോയിട്ട് വാ. എന്തോ എന്തെന്തത് ഇനിയിപ്പോൾ വിട്ട ഓരോ വിടിച്ചിലായിരിക്കും. ആണ്ട് പോന്നു. പോയിട്ട് വാ പോ. ചെല്ല് പോ. ഇവിടെ കിടന്ന് കറങ്ങുന്നു. പോയാ ഇനിയിപ്പോൾ അതുവഴി വരുമായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞില്ലേ. പോയിട്ട് വാ നീ പോയിട്ട് വാ. അത്രേ ഉള്ളൂ. അങ്ങനെ അവളുടെ രാവിലത്തെ പരിപാടിയൊക്കെ നടത്താൻ വേണ്ടി അവളെ തുറന്നു വിട്ടു. ഇനി അവൾ പോയി പരിപാടിയെല്ലാം സഹായിച്ച് വെച്ച് പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് ബാക്കി നമ്മുടെ പരിപാടി നോക്കാം. അങ്ങനെ എനിക്ക് കിട്ടിയ അടുത്ത ദൗത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അമ്മയുടെ കയ്യിൽ നിന്ന് ഞാനാണ്. ഒന്ന് ദോശ ചുടൽ. മിക്ക ദിവസങ്ങളിൽ ഞാനാണ് ശരിക്കും പറഞ്ഞാൽ ദോശ ചുടാറുള്ളത്. അപ്പം അത് സ്ഥിരം കിട്ടുന്നതുകൊണ്ട് എനിക്കിന്നും അങ്ങനെ അങ്ങ് കിട്ടിയെന്നേ ഉള്ളൂ. പറഞ്ഞാൽ ഒരൊറ്റ വിശ്വസിക്കത്തില്ലെങ്കിലും നമ്മൾ ഇതേപോലെ കൈ കടത്താത്ത വീട്ടിലെ ജോലികൾ വേറെയില്ല. അങ്ങനെ ദോശ ചുടൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടാസ്ക് നമുക്ക് കിട്ടിയതോടെ നമ്മൾ അതും നല്ല ഭംഗിയായിട്ട് നല്ല ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ദോശ ചുട്ടോണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ബാക്കിൽ നമ്മൾ വിറകടുപ്പിൽ നമ്മുടെ അരി തിളയ്ക്കുന്ന കണ്ടത്. ഊണിന് വരാൻ സമയമായിട്ടില്ലെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു ചെയ്തു. ഒരു വിറകടുപ്പിലാണ് നമ്മൾ അരി വെക്കാറുള്ളത്. അങ്ങനെ അതും നോക്കി നിന്നപ്പോഴാണ് നമ്മുടെ ദോശ തിരിച്ചിടാൻ സമയമായത്. ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അരികത്തുനിന്ന് എല്ലാം നമ്മുടെ കല്ലേ നമ്മുടെ ദോശയെ വിടിയിപ്പിച്ചെടുത്ത് നമ്മൾ തടി ഇതേ പടുതി അങ്ങോട്ട് ടപ്പേന്ന് പറഞ്ഞങ്ങോട്ട് തിരിച്ച് കിട്ടു. ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ നല്ല വെള്ള തേങ്ങ ചമ്മന്തി നടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും കാര്യങ്ങൾ ഒട്ടും അങ്ങോട്ട് വൈകിപ്പിക്കുന്നില്ല. ഒരു പാത്രം എടുത്തു, ഒരു 3 ദോശ അങ്ങ് എടുക്കുവാണ്. ഇനി ഇത് കഴിച്ചിട്ടുള്ളൂ ബാക്കി പരിപാടികൾ. അങ്ങനെ ദോശ 3 നമ്മൾ എടുത്തതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്കൊണ്ട് നടി ഇതേപടി നമ്മുടെ ആ ഒരു ചമ്മന്തി അങ്ങോട്ട് എടുത്തങ്ങോട്ട് ഒഴിക്കണം. വേണമെങ്കിൽ ദോശയുടെ മണ്ടയ്ക്കൂടി ഇങ്ങനെ കറക്കിയൊക്കെ ഒഴിക്കാൻ കേട്ടോ. നമ്മളെന്തായാലും ഒരു സൈഡിലായിട്ടങ്ങ് ഒഴിച്ച് കൊടുക്കുവാണ്. നമ്മുടെ ആ ഒരു ദോശ ആ ഒരു ചമ്മന്തിയിൽ ഇങ്ങനെ കുതിർന്നിരിക്കുമ്പോൾ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായ ദോശയും ചമ്മന്തിയും നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് കഴിച്ചു തുടങ്ങാം. സാധാരണ നമ്മൾ അകത്തിരുന്ന് TV ഒക്കെ കണ്ടിരുന്നാണ് കഴിക്കാറുള്ളത്. പക്ഷേ സംഭവിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്തിനായപ്പോൾ കറണ്ടും പോയി. അങ്ങനെ സമയം 12:30 ആയിട്ടുണ്ട്. രാവിലത്തെ കഴിപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്ന് നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇനി കുളിക്കാൻ പോവാണ്. കുളിച്ചിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്, അതിലേക്ക് നമുക്ക് പോവാം. അങ്ങനെ നല്ല കുളിച്ച് കുട്ടപ്പനായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ച ഊണിനുള്ള സമയം. അപ്പോൾ ഇന്നത്തെ ഊണിൻ്റെ കൂടെയുള്ള കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോവയ്ക്ക മെഴുക്കുവരട്ടിയും പിന്നെ സാമ്പാറുമാണ്. എന്താണെങ്കിലും കുശാലാണ്. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മുടെ വീട്ടിലേക്ക് വന്നത്. നമ്മളിനി ക്യാരംസ് കളിക്കാൻ പോവുകയാണല്ലേ. കളി കാണാൻ കുഞ്ഞൊക്കെ ഇവിടെ വന്നിരിപ്പുണ്ട്. ഓക്കെ, ഫുള്ള് സെറ്റാക്കിയോട്ട്. അതെ ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? അതെ, ഫുള്ള് സെറ്റാക്കി. അങ്ങനെ കൂട്ടുകാരൻ വന്നതല്ലേ, കുറച്ച് നേരം ക്യാരംസ് കളിക്കാമെന്ന് വെച്ചിരുന്നതാണ്. പക്ഷെ ഞങ്ങൾ കുറച്ച് നേരം എന്ന് പറഞ്ഞത് കുറേ അധികം നേരമായി പോയോ എന്ന് ചെറിയൊരു സംശയം ഉണ്ടായി. അങ്ങനെ അതൊരു സംശയമല്ല, ഒരു യാഥാർത്ഥ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. എന്നാലും നമ്മൾ ആ ഒരു ഗെയിം ഫിനിഷ് ചെയ്യുന്നിടം വരെ നമ്മൾ കളിച്ചുകൊണ്ടിരുന്നു. ഇത് ഫിനിഷ് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടിയിലേക്കൊക്കെ പോകാൻ. അപ്പം ഇത് നേരെ ഫിനിഷ് ചെയ്ത് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടക്കാൻ പോവാണ്. ഹേ ഗൈസ്, നമ്മുടെ ക്യാരംസ് കളിയൊക്കെ കഴിഞ്ഞു. നമ്മളാണ് ഒരു കളി ഞാൻ ജയിച്ചു. നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് നമുക്കൊരു ഷൂട്ടുണ്ട്, റീലിൻ്റെ കുറച്ച് ഷൂട്ട് പരിപാടിയുണ്ട്. അപ്പം നമ്മൾ അതിന് പോവാണ്. അവൻ്റെ എന്താണ് പറയാനുള്ളത്? റീൽ പരിപാടിയുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഇന്ന് കുറച്ച് റീൽ ഷൂട്ടല്ലേ? 2-ാം തീയതി അവധിയായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടിയത്. കുറെ നാളെ ഷൂട്ടൊക്കെ ചെയ്തില്ലല്ലേ? അപ്പൊ നമ്മളിന്ന് ഷൂട്ട് ചെയ്യാന്ന് വെച്ചു. അതിന്റെ ലൊക്കേഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പം നമ്മളെല്ലാം ചെയ്തിട്ടൊന്ന് ഒതുക്കിയിട്ട് വരാല്ലേ? അതെ, എല്ലാം സെറ്റ് ആക്കിയിട്ട് വരാം. അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾക്ക് അതിന്റെ കാഴ്ച ജസ്റ്റ് ഒക്കെ ഒന്ന് കാണിച്ചു. ഓക്കെ, ഇതേണ്ട് അങ്ങനെ വരാം. കഴിഞ്ഞ് ഇൻട്രഡക്ഷൻ കഴിഞ്ഞു. ഇത് സാധാരണ നോക്കാം, വലിയ ഇൻട്രൊഡക്ഷൻ ഒക്കെ ചോദിക്കുന്നത്. ഗൈസ്, നമ്മുടെ കരിപ്പുഴ പുഞ്ച അല്ലേ? അതെ, നമ്മുടെ പുഞ്ചയിലാണ് നമ്മുടെ ഷൂട്ട്. അതെ, അടിപൊളി വ്യൂ ആട്ടോ. ഇഷ്ടംപോലെ മീൻപിടുത്തക്കാരൊക്കെ ഉണ്ട്. പിന്നെ നമ്മളോട് സ്ഥിരം റീൽ ചെയ്യുന്ന ചങ്കാണ് മച്ചാന്. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും ഷൂട്ടൊക്കെ കഴിഞ്ഞു വരാം അല്ലേ? അതെ, നമ്മുടെ പരിപാടി ഏകദേശം തീരാറായി. എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി. ഓക്കെ, നമ്മുടെ ലൊക്കേഷൻ നിങ്ങളെ ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആ ലൊക്കേഷൻ.
ഓക്കെ, നമുക്കിനി അടുത്ത ലൊക്കേഷനിലോട്ടും. അടുത്ത നമുക്ക് വേറെ അവിടെ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോവാം. കപ്പലണ്ടി കഴിക്കാൻ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരു കപ്പലണ്ടി വാങ്ങിച്ചതാണ്. അതിപ്പോൾ ഫുള്ള് കഴിച്ച് തീർത്ത്. എന്തായാലും ഇനി അടുത്ത് ഇവിടെ നമ്മുടെ മെയിൻ റോഡിലാണ് കണ്ട, മെയിൻ റോഡിലാണ്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. അങ്ങനെ നമ്മൾ നേരെ അടുത്ത ലൊക്കേഷനിലോട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സെയിം ആ കരിപ്പുഴയിൽ തന്നെയുള്ള അടുത്തൊരു ലൊക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ എടുത്തിട്ട് നമുക്കിനി ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാം. കപ്പലണ്ടി കഴിച്ചു കഴിഞ്ഞോ? കഴിയുന്നു, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കിടിലൻ കപ്പലണ്ടി, കിടിലൻ വ്യൂ. വഴിയില്ല സ്ഥലം കാണിക്കാം. അത് കിട്ടുന്ന രീതി നമ്മൾ ഷോട്ട് എടുത്തെടുക്കാൻ ഞാൻ ആലോചിക്കുകയാണ്. പക്ഷെ അങ്ങോട്ട് വഴിയില്ല, അതാണ് മെയിൻ സംഭവം. വഴിയില്ലടാ. നല്ലതായിരുന്നു പക്ഷെ അതവിടെ. അങ്ങനെ നമുക്ക് വേണ്ട ഷോട്ടൊക്കെ എടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് റോഡിലോട്ട് കയറാൻ പോകുന്നത്. നമ്മളിപ്പോൾ പാടത്തിൻ്റെ വരമ്പത്തോടെ ഇങ്ങനെ നടക്കുവാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ നമ്മൾ വെള്ളത്തിൽ കിടക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് വരമ്പത്തോടെ നടന്ന് പെട്ടെന്ന് അങ്ങ് മണ്ടയ്ക്കോട്ട് അങ്ങ് കയറിയേക്കാം. അപ്പോൾ നമ്മുടെ ഷൂട്ടൊക്കെ ഇപ്പോൾ കഴിഞ്ഞില്ലേ? അതെ, എങ്ങനെ ഉണ്ടായിരുന്നു? തിരിച്ചു പോവാണ്. എല്ലാം അടിപൊളിയായി തീർന്നു. നല്ല ഫ്രെയിംസ് ആയിരുന്നു. അതെ, എല്ലാം നമ്മൾ നന്നായിട്ട് സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ശനിയാഴ്ച നമ്മൾ തകർക്കും. അതെ, ശനിയാഴ്ച നാളെയാണ് റിലീസ്. ഈ വ്ളോഗ് ചിലപ്പോൾ ഞായറാഴ്ച ആയിരിക്കും. എന്നാലും നമ്മൾ ശനിയാഴ്ച വീഡിയോ ഇറക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ബാക്കി കാണാം. ഓക്കെ, അപ്പോൾ ശരി, ടാറ്റ. വീട്ടിൽ വന്നിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. നമുക്ക് കുറച്ച് നോട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നോട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അത് റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം നല്ല ടൈമും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് കഴിച്ച പോലെ നമ്മൾ കുറച്ച് ചോറൂടെ പെട്ടെന്ന് പോയി കഴിച്ചുകൂടെ വന്നപ്പോഴത്തേക്കും നമുക്ക് നല്ല പോലെ ഉറക്കം അങ്ങോട്ട് വരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി ഉറക്കം വന്ന് ഞാൻ ഉറക്കം തൂങ്ങുന്നതിന് മുന്നേ പോയി അങ്ങ് കിടക്കട്ടെ. എന്തായാലും ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എനിക്കൊരു പുതിയൊരു അനുഭവമായിരുന്നു. എന്തായാലും സംഭവം കൊള്ളാം. ഇനിയും നമ്മൾ കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാനിവിടെ ഉറക്കം തൂങ്ങി താഴെ കിടക്കും. അപ്പോൾ ബൈ.